അക്കാലത്ത് സ്ത്രീകളുടെ കൈകളിൽ വളയായിരുന്നപ്പോൾ മണിയമ്മയുടെ കൈകളിൽ വളയമായിരുന്നു. അങ്ങനെ വളയം പിടിച്ച് നേടിയെടുത്തത് 12ഓളം ലൈറ്റ് ഹെവി ഹസാഡസ് വെഹിക്കിൾസ് ഓടിക്കാനുള്ള ലൈസൻസാണ്. ഒപ്പം ഒട്ടനവധി അംഗീകാരങ്ങളും അവാർഡുകളും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അടക്കമുള്ള അംഗീകാരങ്ങൾ തേടിയെത്തി. സ്വാഗതം ചെയ്യാം ഇൻസ്പയർ സ്റ്റോറീസിൽ മണിയമ്മയുടെ A to Z വിശേഷങ്ങളുമായി. അമ്മേ സ്വാഗതം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ സന്തോഷമുണ്ട് അമ്മയെ പോലൊരു വ്യക്തിത്വത്തെ ഇന്ന് കാണാൻ പറ്റിയതിൽ. ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അധികം അങ്ങനെ കേട്ടിട്ടില്ല ഇതുപോലെ ഒരു 12ഓളം ലൈസൻസ് എന്നൊക്കെ ഉള്ളത്. അത് ശരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതിലേക്ക് കടന്നു വരാനൊക്കെ മടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ മാറി വരുന്നുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ അമ്മ അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഒരു 12ഓളം ലൈസൻസ്. എങ്ങനെയാണ് അതിലേക്ക് വന്നത്? എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ അല്ല അങ്ങനെ വന്നിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു മുൻകൂട്ടിയുള്ള ഒരു അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂളും ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ അത് തുടങ്ങാൻ അതിന് ഒരു വേണ്ടിയിട്ടായിരിക്കാം പുള്ളി അന്നേ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. 81-ലാണ് ഞാൻ 4 വീലർ ലൈസൻസ് എടുത്തിട്ടുള്ളത്. അന്നേരമൊന്നും ആരും തന്നെ ഡ്രൈവിങ് പഠിക്കുമോ എല്ലാവർക്കും ഇങ്ങനെ കാറുണ്ടാവുമോ എന്നുള്ള നമ്മൾ ടാക്സി ആയിട്ട് അന്ന് കാർ ഇട്ടിരുന്ന അപ്പോൾ അങ്ങനെ ഒന്ന് പഠിച്ച് പുള്ളിക്ക് കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ടാവും. ഈ ഡ്രൈവിംഗ് അന്നൊക്കെ ഡ്രൈവിങ് പഠിപ്പിക്കണമെങ്കിൽ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾ വേണം. പഠിപ്പിക്കാൻ ആരായാലും മതി, പക്ഷെ നമുക്ക് അതിൻ്റെതായ ലൈസൻസ് കിട്ടണമെങ്കിൽ 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾ വേണം. അപ്പം ആ ഒരു മുൻകൂട്ടിയുള്ള ധാരണ കൊണ്ടാണ് അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളത്. പിന്നെ ഞാനും അതിലോട്ട് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അക്കാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന സമയത്ത് അമ്മയ്ക്കൊരു പേടിയായിരുന്നു? അങ്ങനെയൊന്നും ഓർത്തിട്ടില്ല. ചെയ്യാൻ പറയണ കുറച്ച് പ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് അനുസരണ എന്നുള്ളതാണല്ലോ. അവൻ ചെയ്യാൻ പറയണത് ചെയ്യും, അത്രേ ഉള്ളൂ. അത് ശരി. പേടിയുണ്ടായിരുന്നു. അപ്പൊ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് അതിലേക്ക് വന്നത്? അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല. എന്ത് കാര്യത്തിനും ഞാൻ അന്നും കുറച്ചും കൂടി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു. 17 വയസ്സിലാണ് എന്നെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓടി നടക്കണ ഒരു പ്രായമല്ല. അപ്പൊ എല്ലാ കാര്യവും ഇൻട്രസ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ല, ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു എന്നല്ല, ഇപ്പോഴും ആണ്. അല്ല, അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണല്ലോ ഈ ഒരു ഏജ്. ഇപ്പൊ നമ്മുടെയൊക്കെ നാടുകളില് ഈ ഒരു ഏജിലേക്ക് വരുമ്പോ എല്ലാരും മതി എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ അമ്മ ഇപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാവർക്കും മുന്നിൽ ഒരു മാതൃകയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇത്രയും ലൈസൻസ് എടുക്കണം എന്ന് തോന്നിയ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് തോന്നിയ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് തോന്നിച്ചിട്ടുള്ളതല്ല. ഇപ്പൊ എൻ്റെ പുറകിൽ എൻ്റെ മക്കളും ഹസ്ബൻഡിനുണ്ടായിരുന്നു. 2004-ലാണ് അദ്ദേഹം പോയത്. അതിനുശേഷം മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഈ രംഗത്തുണ്ട്. അപ്പൊ അവരെന്നെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ പല കാലഘട്ടങ്ങളിലായിട്ട് 12ഓളം ലൈസൻസ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 വീലർ 3 വീലറൊക്കെ എടുക്കണത് എന്ന് പറഞ്ഞാൽ 2 വീലറൊക്കെ എൻ്റെ ആവശ്യമായിരുന്നു. ഇവരെല്ലാം തിരക്കുള്ള ആൾക്കാരാണ്. അപ്പം എൻ്റെ ആവശ്യത്തിന് എനിക്ക് പുറത്ത് പോകണമെങ്കിൽ ഒക്കെ എന്നെ കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും ആളില്ല. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ ഇത്ര എല്ലാം കാറൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടൊന്നും ഉള്ള കപ്പാസിറ്റിയും ഇല്ല. അപ്പോൾ 2 വീലർ സ്വന്തമായിട്ട് ഓടിക്കേണ്ടി വരും. അങ്ങനെ എല്ലാ സ്ഥലത്തും പോകാം. അങ്ങനെയാണ് 2 വീലറിലോട്ടൊക്കെ എത്തിപ്പെട്ടത്. അപ്പൊ അമ്മക്ക് ഇത്രയും വാഹനങ്ങൾ ഉള്ളതിൽ അമ്മക്ക് ഓടിക്കാൻ ഏറ്റവും ഇഷ്ടം 2 വീലർ തന്നെയാണ്. ഇപ്പോഴും ഞാൻ 2 വീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 98% സ്ത്രീകളും 2 വീലർ ഓടിക്കുമ്പോഴേ അവര് സാധാരണ നമ്മൾ ആണുങ്ങളാണെങ്കിൽ ഒരു കാലിലായിരിക്കും ഇത് ബാലൻസ് ചെയ്ത് നിർത്തുക. ഇവര് 2 കാല് വെച്ചിട്ടായിരിക്കും ഇത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നൊരു അവസ്ഥ വരും. അപ്പൊ അമ്മ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ഞാനത്ര ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ മിക്കവരും 2 കാലും ഇങ്ങനെ വെച്ചിട്ട് പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ, അതൊക്കെ തന്നെത്താനെ പഠിക്കുന്നതാണ്. എവിടെയെങ്കിലും ചെന്ന് പഠിച്ച് ഒരു ഇപ്പൊ ഈ 4 വീലർ 2 വീലർ ഇതൊക്കെ എല്ലാം പഠിക്കുമ്പോൾ ഒരു ബേസിക് കിട്ടൂലേ. അത് നമ്മൾ തന്നെത്താനെ പഠിച്ചാൽ ആ ബേസിക് കിട്ടൂല. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു തകരാറായിരിക്കും അത്. പിന്നെ പെണ്ണുങ്ങൾക്ക് സ്വതവേ പേടി കൂടുതലാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ വീടിനും ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും വീട്ടുകാരും, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടുകാരും നോക്കണവരെന്നുള്ള ഒരു കൺസെപ്റ്റൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പം ആ ഒരു പേടി കൊണ്ടാണ് കൂടുതലും ആൾക്കാർ അവർ സേഫാണെന്നായിരിക്കും അവർക്ക് തോന്നണത്. പക്ഷെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം ഏത് വശത്തോട്ടാണ് വണ്ടി ചെരിയേണ്ടതെന്നും എങ്ങനെ നിൽക്കണമെന്നൊക്കെ ഒരു
ബേസിക് ക്ലാസ് കിട്ടിയാൽ എപ്പോഴും അത് നന്നായിരിക്കും. ശരിക്കും ഈ പേടി എന്ന് പറയുന്ന ഒരു സംഭവം ഫാക്ടർ ഉണ്ടല്ലോ. ഇപ്പം അമ്മയ്ക്ക് ഇത് ഇത്രയും വലിയ വലിയ എക്യുപ്മെന്റ്സ് ഓടിക്കുമ്പോഴൊക്കെ ആദ്യം ഭയങ്കര പേടി തന്നെയായിരുന്നു. തീർച്ചയായിട്ടും കാറൊക്കെ പഠിക്കുമ്പോൾ നല്ല പേടിയായിരുന്നു. ഇപ്പം പക്ഷേ വലിയ വണ്ടി വരെ ഓടിക്കുമ്പോഴും ആദ്യം പേടിയുണ്ടാകും, പക്ഷെ ഓടിച്ചോടിച്ച് അങ്ങോട്ട് വരുമ്പോൾ ആ പേടി മാറും. അപ്പം ഒരുപാട് ഇപ്പോൾ ആൾക്കാർ അമ്മയെ പോലുള്ളവർ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, സ്ത്രീകളാണെങ്കിൽ അത് കണ്ടിട്ട് എനിക്കും ആകണം എന്നുള്ള ഒരു രീതി. ഇപ്പൊ പലരും വരുന്നുണ്ട്, ഹെവി എടുക്കുന്നുണ്ട്, JCB എടുക്കുന്നുണ്ട് പെണ്ണുങ്ങളൊക്കെ. നേരത്തെ ഒന്നും അങ്ങനെ ആരും രംഗത്തോട്ട് വരുന്നില്ല. അപ്പൊ അവരൊക്കെ പറയണത് അമ്മയ്ക്ക് ആകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്നേലും പ്രായം കുറവ്, കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവര് ആ ഒരു പ്രചോദനം ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ പോലും ലൈസൻസ് എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ ലേഡീസ് ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് സ്ത്രീകളൊക്കെ ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു, ചിലപ്പോൾ ചിലർ ബുള്ളറ്റ് ഓടിച്ചു പോകുന്നുണ്ട്, ചിലർ 2 വീലറൊക്കെ ഓടിച്ചു പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ചെറിയ കുട്ടികളൊക്കെ ബുള്ളറ്റ്, പിന്നെ കല്ല് ഗിയറുള്ള വണ്ടി തന്നെ വേണമെന്ന് സാറ് നമ്മുടെ മന്ത്രിയും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പിള്ളേരൊക്കെ പെൺപിള്ളേരെല്ലാം വണ്ടി. അപ്പോൾ ഇങ്ങനെ ഉള്ളവരെ കാണുമ്പോഴേ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് കുറെ. പക്ഷെ എന്നാൽ പോലും പലരും സ്ത്രീകൾ പോകുമ്പോൾ ദേടാ ഒരു പെണ്ണ് പോകുന്നു എന്നൊക്കെ പറയുന്നവർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അമ്മ കാണുമ്പോൾ ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ പോകുന്നു, കുട്ടികൾ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് കാണുമ്പോഴേ അമ്മയ്ക്ക് തോന്നാറുണ്ടോ ഞാൻ 81 കാലഘട്ടത്തിൽ ഈ സീനൊക്കെ വിട്ടതാ മോളെ എന്നൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെയല്ല, എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ നല്ലതായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പേടി എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും ഇല്ല. പിന്നെ വളരെ കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പല തലമുറകൾ, എനിക്കൊന്ന് 3 തലമുറകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ ശക്തിയായിട്ട് മാറിയതിൽ അമ്മയ്ക്ക് ശരിക്കും അഭിമാനമാണോ, സന്തോഷമാണോ, അതേ അത്ഭുതമാണോ? അത്ഭുതമാണ്. എനിക്ക് ഇങ്ങനെയൊന്നും സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ അപ്പൂപ്പൻ, മകൻ, പേരക്കുട്ടി ആ ഒരു സ്റ്റേജിലോട്ട് എല്ലാവരും ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു കാരണക്കാരിയായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പൊ അമ്മ ഇവിടെ നാട്ടിലും ഒക്കെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണല്ലോ. അതായത് എല്ലാരും ഭയങ്കര ആരാധനയോടെയൊക്കെ നോക്കിക്കാണും. ജീപ്പും കാറ്, ഫോക്ക് ലിഫ്റ്റ്, എന്തൊക്കെയാ ഓടിക്കുന്നത്, ട്രെയിലർ, അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഓടിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഒരു ആരാധന മനോഭാവമാണോ? അതായത് ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴോ കാണുമ്പോഴോ ഒക്കെ? തീർച്ചയായിട്ടും ഏത് ഫംഗ്ഷനിൽ പോയാലും എല്ലാവർക്കും സെൽഫി എടുക്കണം. അങ്ങനെ അത് കുട്ടികളാണ് കൂടുതൽ എന്നെ തിരിച്ചറിയുക. കാക്കനാട് ഒരു എക്സ്പോ മിനിഞ്ഞൊന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ പുറകെ പിള്ളേരെ ഓടി. ഞാനിങ്ങനെ പേരക്കുട്ടിയായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഒരു ഹരിപ്പാടുള്ള ഒരു സ്ത്രീ ഓടി വന്നിട്ട് ഒരു സെൽഫി എടുത്തോട്ടെ അമ്മ, എന്നിട്ട് എൻ്റെ മക്കളാണ് പറഞ്ഞത് അമ്മയാണ് ഈ പോണ അമ്മയാണ് ഈ വണ്ടി ഓടിക്കുന്ന ആളെന്ന്. അങ്ങനെ ഒന്ന് എല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് കുട്ടികളടക്കം ഓരോരുത്തർക്കും സെൽഫി എടുക്കണം, അങ്ങനെ ഫോട്ടോ എടുക്കണം. അത് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് എന്നെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഇതുകൊണ്ടല്ലേ ഇതെല്ലാം നേട്ടം അല്ലേ? തീർച്ചയായിട്ടും. ഹസ്ബൻഡ് അന്ന് അതെ, ഇല്ലെങ്കിൽ ഞാനൊന്നും ആവൂല. അതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കുറവ്, പിന്നെ നമ്മൾ വേറൊരു രംഗത്തോട്ട് അങ്ങനെ ഇറങ്ങണില്ലല്ലോ. പുള്ളിക്കാരൻ്റെ ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഞാനിങ്ങനെ എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോ മണിയമ്മ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേർക്കൊരു ഇൻസ്പിറേഷനും റോൾ മോഡലുമാണ്. ഇപ്പൊ അമ്മയ്ക്ക് റോൾ മോഡൽ ആക്കിയ വ്യക്തികളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഏറ്റവും വലിയ. എന്ന് വെച്ചാൽ പുള്ളി ഒരു ജോലിയല്ല, പലതരം ബിസിനസ് ചെയ്തിട്ടാണ് ഈ ഒരു രംഗത്തോട്ട് എത്തിപ്പെട്ടത്. അത് ഒന്നും ചെയ്യാൻ ഒരു മടിയോ അങ്ങനെ ഇപ്പോൾ നഷ്ടം വന്നെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള പേടിയോ പിന്നെ അടുത്തത് ചെയ്യാതിരിക്കുവോ അങ്ങനെയൊന്നുമില്ല. ഒരെണ്ണം പോയെങ്കിൽ അടുത്തത്, അങ്ങനെ പലതരം ജോലികൾ ചെയ്തിട്ടാണ് ഈ രംഗത്തോട്ട് എത്തിപ്പെട്ടത്. അതായത് ഇതല്ലാതെ വ്യത്യസ്തമായ പല ജോലികൾ. ഒരുപാട് പരിശ്രമം ഉണ്ടായിരുന്നു ഇതിന്റെ പുറകിൽ. തീർച്ചയായിട്ടും. ഇവര് മക്കളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മുതൽ ഇപ്പൊ ഈ ഡ്രൈവിംഗ് സ്കൂളിലോട്ട് അവർ പഠിപ്പിക്കാൻ പോകും. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് അവർ പഠിക്കാൻ പോണത്. അതുകൊണ്ട് അവർക്ക് അത് പഠിത്തമൊന്നും വലിയ കൂടുതലായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ അവരുടെ മക്കളെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അവരും പക്ഷെ ഇതിൽ ഇൻവോൾവ് ആണ് ഇപ്പോഴും. ഇതിൻ്റെ തന്നെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ഓരോ രംഗത്തും അവരും ഭയങ്കര സപ്പോർട്ടാണ്. A to Z ഡ്രൈവിംഗ് സ്കൂൾ അല്ലേ? അതിലേക്ക് വന്ന വഴി എങ്ങനെയാണ്? അതായത് ഇപ്പോൾ A to Z എന്ന് പറയുന്ന ആ പേരൊക്കെ ഒരു പ്രത്യേകത. അതൊക്കെ ഹസ്ബൻഡ് തന്നെ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾക്ക് പ്രദീപ് എന്ന് പേരുണ്ടായിരുന്നു. പ്രദീപ് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാർ അവർ പറയും ഞങ്ങളും അവരും
ചേട്ടൻ അനിയനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ലാത്ത കണ്ടീഷനിലായി. അപ്പോൾ ഈ A-Z പേര് സെലക്ട് ചെയ്ത് ഇത് ആർക്കും കൊടുക്കാൻ പാടില്ലെന്ന് ഉള്ള ആ ലൈസൻസും കൂടി നമ്മൾ എടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്തു അല്ലേ? അതെ, A മുതൽ Z വരെ. വരെ അങ്ങനെ. അതായത് ഡ്രൈവിംഗിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഇവിടെ തന്നെ വേറെ ആ ഒരിടത്തും പേര് ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ പേര് നമുക്ക് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇപ്പൊ ഇന്നത്തെ കാലത്ത് പോലും ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരുപാട് കോമൺ അല്ല, ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മള് പല ബിസിനസ്സുകൾ നോക്കുന്ന പോലെ അത്ര കണ്ട് കോമൺ അല്ല. അപ്പോ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ മനസ്സിൽ വരുന്നത്? അത് ഹസ്ബൻഡ് തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മക്കളും കൂടി സപ്പോർട്ടായി. ഇപ്പൊ പേരക്കുട്ടി ബിസിനസ് മാർക്കറ്റിംഗ് ആണ്. അയാള് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെല്ലാം തരത്തില് എങ്ങനെയെല്ലാം ഇമ്പ്രൂവ് ആക്കാവോ അതിനു വേണ്ടി അയാള് എല്ലാ രാജ്യങ്ങളിലും ഒക്കെ പോയി ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കണം, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അതായത് അതിന്റെ ആധുനിക സജ്ജീകരണങ്ങളെല്ലാം ഇതിലോട്ട് കൊണ്ടുവരികയാണ് അല്ലേ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പൊ നമ്മള് തന്നെ ഇപ്പൊ ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പലതരം കോഴ്സുകൾ, 1 വർഷത്തെ കോഴ്സ്, 6 മാസത്തെ കോഴ്സ്, 3 മാസത്തെ കോഴ്സ്, അങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് അങ്ങനെ വെറുതെ ലൈസൻസ് എടുത്ത് പോണ ആ ഒരു കാര്യത്തിലല്ല. അല്ലാത്ത തന്നെതായ ധാരാളം കാര്യങ്ങൾ ഈ ഇപ്പൊ അത് കൊച്ചുമകന്റെയും കൂടി ഈ നോട്ടത്തിലാണ് അത് ഇത്രയും വളർന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിലും വിദേശത്തുമായിട്ട് ഒരുപാട് ജോലി സാധ്യതകളും കൂടെ ഉണ്ട്. വിദേശത്തുള്ള ധാരാളം കമ്പനിക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അത് റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് സ്പേസ് കൊടുക്കും, നമ്മൾ വണ്ടി കൊടുക്കും. ഇത്ര അധികം വണ്ടികൾ ഒന്നിച്ചുള്ള ഒരു വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. ചിലടത്ത് ഫോർക്ക് ലിഫ്റ്റ് ഉണ്ടാവും, ചിലടത്ത് JCB ഉണ്ടാവും, ചിലടത്ത് ക്രെയിൻ ഉണ്ടാവും, ചിലടത്ത് റഫ് ട്രെയിൻ ക്രെയിൻ ഉണ്ടാവും. പക്ഷെ എല്ലാം കൂടി ഒന്നിച്ചുള്ള ഒരു ഇന്ത്യയിലെ ഏക സ്ഥാപനം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത് എൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തിപ്പെടാൻ വന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടിങ് ആയിരുന്നല്ലോ. അപ്പോൾ ഷിപ്പിൽ വരുന്ന സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എല്ലാ സ്ഥലത്തോട്ടും, കൊല്ലത്തോട്ടും അങ്ങോട്ട് എല്ലായിടത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യണത് ഐലൻഡിൽ നിന്നായിരുന്നു. അപ്പോൾ ലോറി ഡ്രൈവേഴ്സിനെയാണ് കൂടുതൽ ആവശ്യമുള്ളത്. അന്നൊക്കെ ഈ ലോറി ഡ്രൈവർ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ തീരെ കുറഞ്ഞ ആൾക്കാരാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പോണെന്ന ആ ഒരു ചിന്ത. വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പണിക്ക് കാശ് കൂടുതൽ കിട്ടണ പണി എന്ന് പറഞ്ഞാൽ ഡ്രൈവറാണ്. അന്ന് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനില്ല കേരളത്തിൽ. അത് മംഗലാപുരത്ത് പോയിട്ട് വേണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ. അപ്പം നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുത്ത് മംഗലാപുരത്ത് ആൾക്കാരെ വിട്ട് അത് വളരെ എക്സ്പെൻസീവ്. അവിടെ പോയി പിന്നെ ട്രാൻസ്പോർട്ട് ചെലവും ഉണ്ടല്ലോ. പക്ഷെ ആ ചെലവൊന്നും നമ്മുടെ ആ കാലത്ത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ചെലവുകളായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ തോട്ടാണ് ഇങ്ങനെ നമുക്ക് ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്ര ജോലി സാധ്യതയുള്ള ജോലിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കേരള ഗവൺമെൻറ് എന്തുകൊണ്ട് നമുക്ക് ഇതിനൊരു സ്കൂൾ അനുവദിച്ചു തരണില്ല? അങ്ങനെ അവർ എല്ലാ തലത്തിലും, അതായത് നമ്മുടെ RT ഓഫീസ് മുതൽ മിനിസ്റ്റർ ലെവലിൽ പോയിട്ടും അതിനൊന്നും സാധ്യതയില്ല. അവർക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ല. അങ്ങനെ വക്കീലിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഒരു 2 വർഷത്തോളം കേസ് പറഞ്ഞിട്ടാണ് ഈ ഡ്രൈവിംഗ് സ്കൂള് എൻ്റെ പേരിലാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. അന്ന് വനിതകൾക്ക് തൊഴിൽ സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും ഒക്കെ വരണുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തി. ഒരു ചരിത്ര വനിതയും കൂടെയാണ് അല്ലേ? അതൊരു വലിയ ഭാഗ്യമല്ലേ അല്ലേ? കേരളത്തിൽ തന്നെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ, ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉടമ എന്നുള്ള ഒരു പേര്, അതും പോരാട്ടത്തിലൂടെ, നിയമ പോരാട്ടത്തിലൂടെ സമ്പാദിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് വേറെയുള്ള ആൾക്കാർക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ആദ്യത്തെ ഇന്നിപ്പോ ഒരുപാട് പേരുണ്ടോ അത്തരം രംഗത്ത്? ഒരുപാട് ഉണ്ട്. ഹെവി ഡ്രൈവിംഗ് സ്കൂളൊക്കെ ധാരാളം ഉണ്ട്. പക്ഷെ ഈ എക്യുപ്മെന്റ്സ് എല്ലാം ഇപ്പൊ എൻ്റെ ഒരു മോൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. അച്ഛൻ തന്നെ തുടങ്ങി വെച്ചതാണ്. കൺസ്ട്രക്ഷൻ അച്ഛൻ തന്നെ തുടങ്ങി വെച്ചതാണ്. അപ്പൊ ആ കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് നമുക്ക് ധാരാളം വണ്ടികൾ വേണം. ക്രെയിൻ, ഫോർക്ക് ലിഫ്റ്റ്, പിന്നെ റഫ് ടെറൈൻ ക്രെയിൻ, അങ്ങനെ കുറേ തരം ക്രെയിനുകളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം വണ്ടികളെ പഠിപ്പിക്കാനും. ഇല്ല, നമ്മൾ ഒരു കൂട്ടർ മാത്രം ചിന്തിച്ചാൽ അടുക്കാൻ പറ്റാത്ത അത്ര കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം മാനേജ്
പോകാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരും. ഇപ്പൊ അമ്മ എന്നുള്ളൊരു വലിയൊരു ബ്രാൻഡാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ തന്നെ ഒരു ബ്രാൻഡ് അംബാസഡർ അമ്മയാണ് അല്ലേ? അതൊരു വലിയ ഭാഗ്യമല്ലേ? കാര്യം അത് തീർച്ചയായിട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇതൊക്കെ എൻ്റെ മോളിലോട്ട് ചാർത്തപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം. ശരി. അത് ഏത് കാലഘട്ടം മുതലാണ് അങ്ങനെ ഒരു ഇത് വന്നു തുടങ്ങിയത്? 2014 ഞാൻ ഈ എല്ലാ വണ്ടികളുടെയും ലൈസൻസ് ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസാഡസ് എടുത്ത് ഞാൻ എനിക്കൊരു വിദ്യാഭ്യാസം ഇല്ലെന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ 2023 ഓട്ടോമൊബൈൽ ഡിപ്ലോമ കളമശ്ശേരി പോളിടെക്നിക്കിൽ പോയി 1 വർഷത്തെ കോഴ്സ് പഠിച്ച് ആ ലൈസൻസ് കിട്ടി. ആസാഡസിന്റെ ലൈസൻസ് കിട്ടി. അതൊക്കെ എനിക്ക് 2023 അത് പിന്നെയും പഠിച്ചു. പോയി 1 വർഷത്തെ കോഴ്സ് സൺഡേ ക്ലാസ് ചേർന്ന് പഠിച്ചു. അത് ഞങ്ങളുടെ ലൈസൻസിനും കൂടി അതൊരു ഗുണമാണെന്ന് കേട്ടുകൊണ്ടാണ് അങ്ങനെ അത് പഠിക്കാൻ ഞങ്ങൾ 4-5 പേര് ഒന്നിച്ചു പോയിട്ടാണ്. ഈ ഫാമിലിയിൽ നിന്ന് തന്നെ 5 പേര് ഒന്നിച്ചു പോയിട്ടാണ് അത് പഠിച്ചത്. അപ്പൊ അതൊക്കെ പാസ്സായി ആ ലൈസൻസ് ഒക്കെ കിട്ടിയത് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. 100%. കാര്യം ഇപ്പോഴത്തെ തലമുറയിൽ അത്രയും ഇതല്ലാത്തവർക്ക് പോലും പുതിയൊരു സാധനം പഠിക്കാൻ പോയി ഇപ്പം മടിയാ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ് ഉള്ളത്. അപ്പോൾ അമ്മ ഈ ഏജിലും ഇതെല്ലാം പഠിച്ച് പിന്നെയും അല്ലേ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ. അതൊരു വലിയൊരു സന്തോഷമാണ് അങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റുക എന്നുള്ളത്. അമ്മ എപ്പോഴും ഇങ്ങനെ ഒരു ചിരിച്ച മുഖമായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ശരിക്കും എപ്പോഴും ഇങ്ങനെ ചിരി ആൾക്കാരെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. ചിരിപ്പിക്കുന്നത് എൻ്റെ കൊച്ചുമോനാ. ചിരി എന്ന് പറഞ്ഞോണ്ടിരിക്കും. അതൊരു എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഏജിൽ നമ്മൾ അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നതിൻ്റെ ഒരു തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ല. കുറച്ച് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ബിസിനസിന്റെ കാര്യങ്ങളിൽ അമ്മ ഇൻവോൾവ് ആണോ? പല കാര്യങ്ങളും അവരെന്നെയാണ് ഏൽപ്പിക്കുക. ഇപ്പൊ സ്റ്റാഫൊക്കെ ഉണ്ട്. അവരൊക്കെ വരും. നേരത്തെ ഇവിടെ തന്നെ ഇരുന്ന് കൂടുതൽ സ്റ്റാഫ് ഉള്ളത്. ഇപ്പൊ ഇവിടെ എല്ലാത്തിനും കമ്പ്യൂട്ടർ വേണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുള്ളത്. കുറെ ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ തന്നെ. നമുക്ക് ഒന്നിച്ച് ഒരു സ്ഥലത്ത് അഫോർഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലം കിട്ടൂലല്ലേ. കൊച്ചിയിലൊക്കെ എന്ന് പറയുമ്പോൾ സ്ഥലം ഭയങ്കര വിലയല്ലേ. അപ്പോൾ പല സ്ഥലത്തായിട്ടുണ്ട് ഇതിന്റെ യൂണിറ്റ്. അപ്പൊ എന്നാലും ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിയും. അപ്പൊ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും ഒരുപാട് ഇതിപ്പോ ഓഫീസ് ഇതൊരു ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ അയാൾക്ക് അസിസ്റ്റ് ചെയ്യാൻ ഞാനും കൂടി ഉണ്ടാവും. എനിക്കും കമ്പ്യൂട്ടറിലൊക്കെ എല്ലാം ചെയ്യാനൊക്കെ അറിയാം. ചെയ്യും. അത് ശരി. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ ഇപ്പോൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് അവാർഡുകൾ അമ്മയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഇത് കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ? തീർച്ചയായിട്ടും പ്രൗഡ് മൊമെന്റ് ആണ്. ഇങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല. എൻ്റെ ചെറിയ മോനാണ് അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഇത് റെക്കോർഡ് ആയപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത്. അപ്പൊ കിട്ടിയതിൽ ഏറ്റവും ഒരു വാല്യൂ തോന്നിക്കുന്ന അല്ലെങ്കിൽ ഒബിയസ്ലി അതായിരിക്കും, എന്നാലും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത് ഈ അവാർഡ് ഒരു വലിയ ഇത് തന്നെയാണ്. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയത് തന്നെ. ഇത്രയും അതെ. പിന്നെ ഡൽഹിയിൽ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് എനിക്ക് ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടിയില്ലേ ഇലക്ട്രിക് വണ്ടിയാണിത്. അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇറങ്ങിയത് ആ ഡൽഹിയിൽ വെച്ച് ഗഡ്കരി സാറാണ് അത് ഉദ്ഘാടനത്തിന് വന്നത്. സാറ് വണ്ടിയൊന്നും ഓടിച്ചില്ല, വെറുതെ ഇത് മാറ്റിയതേ ഉള്ളൂ, നാട മാറ്റിയതേ ഉള്ളൂ. പക്ഷെ ഈ വണ്ടി ഓടിക്കാൻ എനിക്കാണ് അവസരം കിട്ടിയത്. അതുപോലെ തന്നെ ബാംഗ്ലൂര് വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അടുക്ക് എനിക്കൊരു അവാർഡ് തന്നു. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത എല്ലാം. അതൊക്കെ ഭയങ്കര ഒരു അഭിമാനമുള്ള നിമിഷങ്ങളായിരുന്നു. വലിയ ഉദ്യോഗസ്ഥന്മാരുടെ നടക്ക് ഞാൻ ഈ ഒരു ചെറിയ ആശു. അതല്ല അമ്മ അവരുടെ മുന്നിൽ അമ്മ വലിയ ആളായിരിക്കും. ഞാനാരാണെന്ന് എനിക്കറിയാലോ. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് അമ്മ ഇപ്പോഴും ആ ഒരു സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കേരള തനിമയിൽ തന്നെ എപ്പോഴും മിക്കവാറും കാണും. നമ്മൾ ഈ ട്രാക്കിലൊക്കെ ഇപ്പൊ താറൊക്കെ ഓടിച്ചു പോകുമ്പോൾ പോലും അമ്മ ഇതേ കേരള വസ്ത്രം അത് തന്നെയാണ്. ഇപ്പൊ ചിലർ മറ്റേ ജാക്കറ്റ് ഹുഡിയൊക്കെ ഇട്ടായിരിക്കും വണ്ടിയൊക്കെ ഓടിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അമ്മ ഒരു ഹെൽമെറ്റ് മാത്രം വെക്കും അല്ലെ സേഫ്റ്റിക്ക്. ബാക്കി
ഇത് തന്നെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊരു ഭയങ്കര കൗതുക കാഴ്ചയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു ഐഡന്റിറ്റി എവിടെ പോയാലും ഉണ്ടാവും അല്ലെ. അമ്മ ഇപ്പൊ ന്യൂഡൽഹി പോയാലും ശരി, US പോയാലും ശരി, എവിടെ പോയാലും ഈ ഒരു പോകുമ്പോ പിള്ളേര് പറയും അമ്മ ചുരിദാർ ഇട്, എനിക്കത് തുണി കൊടുക്കാത്തതിന് തുല്യമാണ് ആ ഡ്രസ്സ് ഉപയോഗിക്കുക. അതെ, ഞാൻ ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ്. ഈ താറൊക്കെ ഓടിക്കുമ്പോൾ അമ്മ ഇതേ ഡ്രസ്സിൽ തന്നെയാണ് മിക്കവാറും അമ്മ ഓടിക്കാറ്. അപ്പോൾ ഞാൻ ആലോചിക്കുക അതൊരു ഭയങ്കര കൗതുകമാണ് നമുക്ക് കാണുമ്പോൾ. ചിലപ്പോൾ അതല്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഒരാളാണെന്ന് ചിലപ്പോൾ തോന്നില്ല, ഒരു മലയാളിയാണെന്ന് ചിലപ്പോൾ തോന്നില്ല. ഇത് കറക്റ്റ് നമുക്കറിയാം നമ്മുടെ മലയാളിയാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു ഐഡന്റിറ്റിയും കൂടെയാണ് അമ്മയുടെ ഈ ഒരു പ്രശസ്തിയിലൂടെ വളരുന്നത്. എന്റെ വേറെ എന്ത് ഡ്രസ് ഇട്ടാലും എനിക്ക് ഒരു കംഫർട്ട് തോന്നൂല. സാരി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൊടുത്താലും മാത്രമേ എനിക്കൊരു കംഫർട്ട് തോന്നുള്ളൂ. അമ്മ ഇപ്പൊ A to Z ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേരളത്തില് വിവിധ ഇടങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നു. എത്രത്തോളം വിവിധ ആലപ്പുഴ, ചേർത്തല, അരമല്ലൂർ ഇങ്ങനെയുള്ള ബ്രാഞ്ചസ്, കോട്ടയം, വൈക്കം. കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായ മോളാണ് ഞങ്ങളുടെ മോള്. അത് ശരി. അന്നൊന്നും വനിതകള് ഓട്ടോമൊബൈലിൽ പഠിക്കില്ലല്ലോ. അപ്പൊ അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ്, അല്ലാതെ കുട്ടികളുടെ ആഗ്രഹപ്രകാരമല്ല. മൂത്ത മോനാണെങ്കിൽ ഭയങ്കര വണ്ടി ക്രൈസ് ആയിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇതിലോട്ട് ഓട്ടോമാറ്റിക് ആയതാണ്. അപ്പൊ ആ മോളും കോട്ടയത്ത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തണം. A to Z തന്നെയാണ് അവള് വൈക്കം. ആ ഡ്രൈവിംഗ് സ്കൂൾ അവള് തന്നെ. നമുക്ക് എത്ര ബ്രാഞ്ചുകളുണ്ട്? 23 ബ്രാഞ്ച്. 23 ബ്രാഞ്ച് ഉണ്ട് അല്ലേ. അപ്പൊ അതിലൊക്കെ അമ്മയുടെ ഒരു നോട്ടം ഉണ്ടാവുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇനിയിപ്പോ നമുക്ക് ഏത് രീതിയിലാണ് ഇതിനെ വികസിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിനെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് സാധ്യത ഇല്ലാത്ത ഒരു കാര്യം സ്പേസ് ആണ്. അത് ഹസ്ബൻഡിന്റെ ഒരു തോട്ടിലുണ്ടായിരുന്നു വലിയൊരു എഞ്ചിനീയറിംഗ് സ്കൂള് ഒരു സ്ഥലത്ത് തന്നെ ഹോസ്റ്റൽ സൗകര്യം അങ്ങനെയൊക്കെ ആക്കണമെന്നുണ്ടായിരുന്നു. ഇതിപ്പോ നമുക്ക് പല സ്ഥലത്തും ബ്രാഞ്ചസ്, ഇപ്പോൾ ഒരു 4 ഏക്കറുകളും കളമശ്ശേരിയിൽ എടുത്തിട്ടുണ്ട്. അവിടെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും ട്രാക്കൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ ഹോസ്റ്റൽ സൗകര്യം കൂടി കൊടുക്കാനുള്ള ഒരു സ്പേസ് നമുക്കില്ല. നമുക്കൊരു 10-50 ഏക്കറൊക്കെ ഒന്നിച്ച് കിട്ടിയാൽ മാത്രമേ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇത് നടത്താൻ പറ്റുള്ളൂ. അതിന് കൊച്ചുമക്കളുടെ കാലത്ത് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള സൗകര്യത്തിലൊക്കെ നമ്മൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. ഇപ്പം ഇതൊരു ഫാമിലി ബിസിനസ് ആണല്ലേ? അതെ, ഫാമിലി ബിസിനസ്. അപ്പൊ പുറത്തുനിന്നും ആരും എന്തായാലും ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയൊന്നും നോക്കുന്നില്ല. ഇല്ല. എല്ലാരും പറയുന്നുണ്ട് ദുബായിൽ ഫ്രാഞ്ചൈസി കൊടുക്ക്, അവിടെ ഫ്രാഞ്ചൈസി കൊടുക്ക്. അപ്പൊ നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ ഇതും ഒക്കെ നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ നോക്കി നടത്തും പോലെ ആവില്ല എന്നുള്ളത്. നമ്മളിപ്പോ പറയാറുണ്ടല്ലോ, നമ്മളെ വണ്ടി നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ആവില്ല. തൃശ്ശൂരും ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അത് അങ്ങോട്ട് നോക്കാൻ പറ്റാതെ വന്ന് നിർത്തി. ഇനിയിപ്പോ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൊച്ചുമോനോട് പലരും അവിടെ വന്ന് വയനാട് വന്നവരൊന്നും തുടങ്ങി, അല്ലെങ്കിൽ അവിടെ വന്നവരൊന്നും തുടങ്ങി, ഇവിടെ വന്ന് എല്ലാരും പറയുന്നുണ്ട്. എന്നാലും അതൊന്നും ഇപ്പൊ പെട്ടെന്നാവൂല. എന്ന് വെച്ചാൽ സ്ഥലം കൂടും, വണ്ടിയല്ലേ, അത് ഓടിപ്പിക്കണമെങ്കിൽ സ്ഥലം കൂടുതലും അത്രയും വിശാലമായിട്ടുള്ള സ്ഥലം വേണം. ഇപ്പൊ അമ്മയ്ക്ക് ഇനിയിപ്പോ അടുത്ത് ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു 12ഓളം ലൈസൻസ് ഇനി അതിന് മുകളിലുണ്ടോ? ഇല്ല, ഇനി ഏത് വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ക്രെയിനിന്റെ തന്നെ പലതരം വണ്ടികളായിട്ടുണ്ട്. അതൊന്നും ഓടിപ്പിച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് എവിടെയൊക്കെ കാണുന്ന മെട്രോയൊക്കെ പണിയുന്നിടത്തൊക്കെ പലതരം എക്യുപ്മെന്റ്സ് കിടപ്പുണ്ട്. അതിനൊക്കെ ക്രെയിൻ എന്നും പറഞ്ഞ ഒരു ലൈസൻസേ ഉള്ളൂ. അപ്പൊ ഇനി ലൈസൻസിന്റെ വെറൈറ്റി വരാൻ ഇല്ല എന്ന് തന്നെ തോന്നുന്നു. ഇനിയിപ്പോ ട്രെയിനും പ്ലെയിനും ഒക്കെ മാത്രം കപ്പല് അതൊക്കെ ഉള്ളൂ ബാക്കി. ബോട്ട് ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി, അത് ബോട്ട് ഓടിച്ചു വരും. സാമ്പ്രാണിക്കൊടി എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത് വേമ്പനാട്ട് കായലില് അമ്മ നിന്ന് ഓടിച്ചു. അത് ഞങ്ങൾ പോയ ആ വണ്ടി അല്ല ബോട്ട്, അതിന്റെ സ്രാങ്ക് പറഞ്ഞ് ഓടിക്കണമെങ്കിൽ ഇരുന്നോ ഓടിച്ചോന്ന് പറഞ്ഞ് അങ്ങേര് നമ്മളെ വലിയ ഈസി ആയിട്ട് തോന്നി. പക്ഷെ അതിന് കുറെ പഠിക്കാനുണ്ട് അത്ര. എന്തോ ഈ വെള്ളത്തിന്റെ ലെവലും കര, ചില സ്ഥലത്ത് കരയുണ്ടാവും, അവിടെയൊക്കെ പോയി ബോട്ട് തറഞ്ഞു പോയാൽ പൊളിയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതൊരു ഇത്തിരി
എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഓടിക്കാൻ പറ്റൂ. നല്ല ആഴമുള്ളിടത്തു കൂടി നമ്മൾ ഓട്ടോടിച്ച ആരും എതിരെ വരാനൊന്നുമില്ല. അതുകൊണ്ട് കരയിൽ ഓടിക്കുന്ന നമുക്കാണ് അല്ലേ. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറേ സ്ത്രീകൾ ലൈസൻസ് എടുത്തിട്ടുണ്ട്, പക്ഷെ അവര് നിരത്തുകളിൽ അവർ ഓടിക്കാൻ പേടിയുണ്ട്. പേടിയുള്ളവർ പലരും ഉണ്ട്, ഇപ്പോഴും പേടി മാറാത്തവരും ഉണ്ട്. ഇപ്പൊ നമ്മളെ പേടിയുള്ളവർക്ക് വേണ്ടി പ്രത്യേകതരം കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ധൈര്യത്തിന് മാത്രമാണെങ്കിൽ ഒരു 6 മണിക്കൂർ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട്, സമയമില്ലാത്തവരാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അവർക്ക് ആ കോഴ്സ് ചെയ്ത് കൊടുക്കും. അവരെ ABCD, അതായത് ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നത് പോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും എടുത്ത് പാർക്കിങ് എല്ലാം A to Z പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടി ഒരു ദിവസം കൊണ്ടൊന്നും ആവില്ലെന്ന് തോന്നണവർക്ക് 1 വീക്ക് ഒരു ക്ലാസ് കൊടുക്കും. ഇവർക്ക് ഇപ്പം മാനസികമായിട്ടുള്ളൊരു ഇതുണ്ടാവും, അതിന് അവരെ അത് കൗൺസിലിംഗ് പോലെ ചെയ്യണില്ലെങ്കിൽ ക്ലാസ് എടുക്കണവര് തന്നെ ഒരു മോട്ടിവേഷൻ കൊടുക്കും. അമ്മ, ഈ കോഴ്സ് ഒക്കെ പഠിപ്പിക്കാൻ വരുന്ന ഫാക്കൽറ്റീസ് ഇല്ലേ, പഠിപ്പിക്കാൻ വരുന്ന ആളുകള് അവര് ശരിക്കും ഏത് തരത്തിലുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള ആളുകളാണ്? ഇപ്പൊ ബിടെക് അങ്ങനെ ഓട്ടോമൊബൈൽ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള എഞ്ചിനീയേഴ്സ് പിള്ളേരാണ് നമ്മളുടെ കൂടുതലും സ്റ്റാഫായിട്ടുള്ളത്. ഡിപ്ലോമയൊക്കെ പഠിച്ചവരെയാണ് നമ്മൾ പഠിപ്പിക്കാനൊക്കെ എടുക്കുന്നത്. പിന്നെ അവർക്ക് നമ്മളുടേതായ, ഇപ്പൊ എൻ്റെ മൂത്ത മോനെന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവിങ്ങിന്റെ ഒരു ഒരു ബുക്കാണ്. അപ്പൊ അയാള് ചില ക്ലാസ്സുകൾ കൊടുക്കും. അപ്പൊ അങ്ങനെ അവരെ ആ തരത്തിൽ നമ്മുടെ തരത്തിലോട്ടാക്കിയെടുക്കും. ഇപ്പൊ പല സ്ഥലത്തും പഠിച്ചതും ഒക്കെ വേറെ തരത്തിലായിരിക്കുമല്ലോ. നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ ആ സ്റ്റൈലിലോട്ട് അവരെ ആക്കും. ഇപ്പൊ അമ്മയ്ക്കിപ്പോ നമ്മുടെ MVD ഒക്കെ ഒരുപാട് അവാർഡ്സ് ഒക്കെ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെങ്ങനെയാ അവരുമായിട്ടൊക്കെ ഉള്ള? അല്ല, അവർക്കും അറിയാലോ. ഇപ്പൊ അവര് വരുന്ന സാറന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ സ്ഥാപനത്തിൽ എത്രയോ ആൾക്കാർ ലൈസൻസ് എടുക്കുന്നുണ്ട്, എത്രയോ ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്, എത്ര സ്റ്റാഫുണ്ട്, ഇതിൻ്റെയൊക്കെ കണക്ക് അവർക്കും അറിയാം. അപ്പൊ അങ്ങനെ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അവർക്കും കൂടി തോന്നുന്നില്ല. ചെയ്തില്ലെങ്കിലും മോശമാണ്. എന്ന് വെച്ചാൽ ഇത്ര ആൾക്കാർ നമ്മളെ അംഗീകരിക്കുമ്പോൾ നമ്മളുടെയും കാശ് കൊണ്ടാണ് അവരും ജീവിക്കുന്നത്. അപ്പൊ അവര് അതിനോട്ട് ആ സന്തോഷം. ഏത് കാലഘട്ടത്തിലായിരുന്നു അമ്മയ്ക്ക് ആ ഒരു അവാർഡ് കിട്ടിയത്? ഇപ്പൊ ഒരു അധികം ആയിട്ടില്ല, 2021 അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ്. പിന്നെ ഈ വനിതാ അവാർഡ്സ് ഇപ്പൊ എല്ലാ കൊല്ലവും കിട്ടുന്നുണ്ട്. കാശൊക്കെ കിട്ടാറുണ്ട്. അല്ല, അതൊരു നല്ലൊരു അംഗീകാരമല്ലേ, നമ്മൾ എടുത്തൊരു എഫേർട്ടിന് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ. കാര്യം ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ അമ്മയെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും അതാണ് പറയണത്. എന്നെ കാണുമ്പോ അമ്മക്ക് പിന്നെ ഓടിക്കാൻ ഗൾഫിൽ നിന്നൊക്കെ വന്ന ലേഡീസ് ഉണ്ട്, ഒരു ലീവിന് വരുമ്പോ ഒരു ദിവസം ക്ലാസ് ഒക്കെ എടുത്തിട്ട് പോകാന്നും പറഞ്ഞു തന്നെ. അമ്മയുടെ ഇത് കാണുമ്പോ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമാണ്. പഠിച്ചിട്ടുണ്ടാവും, ലൈസൻസും എടുത്തിട്ടുണ്ടാവും, പക്ഷെ വണ്ടി ഓടിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടായില്ല. നമുക്ക് കൂടുതലും വരുന്ന സ്ത്രീകളാണോ? അതെ, അങ്ങനെ അല്ലല്ല, ഈ ജോലി സാധ്യത ഇപ്പൊ എക്യുപ്മെന്റ്സ് ഇല്ലേ, എക്യുപ്മെന്റ്സിന് ഇപ്പൊ ഫോർക്ക് ലിഫ്റ്റ്, JCB എന്ന് പറഞ്ഞാൽ JCBയുടെ അംഗീകാരമുള്ള ഏക ഡ്രൈവിംഗ് സ്കൂളാണിത്. കമ്പനിയുടെ JCB എന്ന് പറയുന്നത് എക്സ്കവേറ്റർ എന്ന് പറയുന്ന വാഹനമാണ്. പക്ഷെ അത് JCB എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പേരാണ്. അവര് നമുക്ക് ഒരു അംഗീകൃത സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു കാർഡ് കൊടുക്കുക, അതിന്റെ കോഴ്സ് ചെയ്യണം. അത് അവർക്ക് 150-ൽ പരം കൺട്രീസിൽ ഇതിന്റെ ഏജൻസി ഉണ്ട്. ഏത് സ്ഥലത്ത് പോയാലും ആ കാർഡ് വിലപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ തേടി വരുന്നുണ്ടല്ലേ. ഇപ്പോഴാണെങ്കിലും നമുക്കിപ്പോ ഒരുപാട് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ അമ്മയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് എന്താ ആ സമയത്തൊക്കെ തോന്നിയിരുന്നത്? അയ്യോ, ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു സംഭവമായി, രാജ്യം മുഴുവൻ അറിയുന്ന ഒരാളായി എന്നൊക്കെ ഒരു തോന്നി? ഇതിപ്പോ ആൾക്കാർ പറയുമ്പോ മാത്രമേ ഞാൻ അറിയണുള്ളൂ. എന്ന് വെച്ചാൽ പുറത്തുള്ള പഠിക്കാൻ പോയിട്ടുള്ള ഇപ്പൊ കാനഡ, ഓസ്ട്രേലിയ, സ്വീഡൻ എല്ലായിടത്തും പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികൾ ഓരോരുത്തരും ഷോട്ടൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഇതെന്റെ മണിയമ്മേടാ അല്ലെങ്കിൽ എൻ്റെ ആൻറ്റിയാണ്. അങ്ങനെ പിള്ളേർക്ക് പോലും അത് ഭയങ്കര ഒരു
എന്നോട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര, അവർക്ക് തന്നെ ഭയങ്കര അഭിമാനമാണ്. അല്ല, അത് നമുക്ക് തന്നെ, നമുക്ക് ഇപ്പൊ ഞാൻ ഇപ്പോഴാണ് അമ്മയെ കാണുന്നതും പരിചയപ്പെടുത്തുന്നത്, പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, അഭിമാനമാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരാൾ, അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ വെച്ചിട്ട് എല്ലാവരും ഒരു ഇത് കഴിഞ്ഞാൽ എനിക്ക് വയ്യ, എനിക്ക് താല്പര്യമില്ല എന്ന്. ചിലവര് വണ്ടിയുടെ പുറകു സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ പോലും പഠിക്കും. അപ്പോഴാണ് അമ്മ ഇപ്പോഴും, അതും ഞാൻ കണ്ട പല വീഡിയോസിൽ അമ്മ സ്പോർട്സ് കാർ വരെ ഓടിക്കുന്നുണ്ട്. അയ്യോ, ശരിക്കും അതൊക്കെ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഗൂസ് ബംസ് മൊമെന്റ്. അത് എന്റെ തന്നെയല്ല, എന്റെ ഫോട്ടോ, എന്റെ കൊച്ചുമോന്റെ അവനാണ് ഈ വണ്ടിയൊക്കെ സംഘടിപ്പിച്ചോണ്ട് വന്നത്, എന്നെ അതിലോട്ട് കൊണ്ടുപോകണതും ഒക്കെ. എന്നാലും അതൊക്കെ ഓടിക്കാൻ പറ്റുമ്പോഴേ നമ്മൾ ചെയ്യണമല്ലോ. അവര് പുറകിലുണ്ടല്ലോ, അപ്പൊ എനിക്കും അറിയാതെ ഒരു ധൈര്യം കിട്ടും. അമ്മ സ്പീഡിലൊക്കെ പോകാറുണ്ടോ? അതെ. അല്ല, അതിനു വേണ്ടി മാത്രമേ സ്പീഡിൽ പോവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും, എനിക്ക് എന്റെ മക്കള് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡിൽ ഓടിക്കുന്നതിനോട് താല്പര്യം ഇല്ല. അതെ, അതെ, എപ്പോഴും സേഫ് ഡ്രൈവിംഗ് ആണ് താല്പര്യം. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അഗ്രഗണ്യന്മാരാണ്. എന്നുവെച്ചാൽ എത്ര സ്പീഡിൽ പോയാലും ഒന്നും സംഭവിക്കില്ല. നമ്മളിപ്പോ പേടിച്ച് തലകുത്തി പറയും, എന്നാലും അവർക്കത് കൺട്രോൾ ചെയ്യാൻ അറിയാം. പിന്നെ ഇപ്പോഴത്തെ ഇതില് നമ്മുടെ ഇവിടത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മുടെ ഒരു റോഡ് കൾച്ചറിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത്? റോഡ് കൾച്ചറിനെ കുറിച്ച് ഒന്നും പറയാനില്ല. നമ്മളും കൊള്ളൂല, നമ്മുടെ റോഡും കൊള്ളൂല, നമ്മുടെ മിനിസ്ട്രിയും കൊള്ളൂല. അത്രേ. റോഡ് നന്നാവണ്ടേ? വേണം. റോഡ് നന്നാവില്ല. നമ്മളാണെങ്കിൽ റൂൾസ് ഒട്ട് പാലിക്കുകയില്ല. അവിടുന്ന് ഇവിടുന്ന് ഇടയിൽ നിന്നും ഒക്കെ അതിനെ കുറിച്ചൊരു കൃത്യമായ ഒരു അവയർനെസ് ഉണ്ടോ നമുക്കൊക്കെ തന്നെ? ഇല്ല. റെഗുലേഷൻസ് ഉണ്ട്, അതില് ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആ ലൈസൻസ് എടുക്കാൻ മാത്രം വായിക്കണതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വിട്ട്, പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളും സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങൂല, ഓട്ടത്തിലാണ് പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ എന്നതാ, പിന്നെ ഡ്രഗ്സിന്റെ ഉണ്ടല്ലോ, ഡ്രഗ്സ്. അപ്പൊ ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞാല് നമ്മള് വിചാരിക്കുന്ന നമ്മള് പെർഫെക്റ്റ് ആണെന്നാണ്, പക്ഷെ കൺട്രോള് നമുക്കില്ല. കാഴ്ചപ്പാടും മങ്ങലാണ്. ഇപ്പൊ നമ്മള് പുതിയ കുറെ റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വരാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും അത്ര അങ്ങോട്ട് ഫലവത്തായില്ല. ഇപ്പൊ ഇവിടെയൊക്കെ ടെസ്റ്റ് നടക്കുന്നത് അവർ പറയുന്ന റൂൾസിൽ തന്നെയാണ് ടെസ്റ്റ് നടക്കുന്നത്. ടഫാണ് കാര്യങ്ങള്. പക്ഷെ അതുപോലെ ഇപ്പൊ പഠിക്കാത്ത ഒരാളെ പഠിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അയാൾ അതാണല്ലോ പഠിക്കുന്നത്. പുതിയതായിട്ട് നമുക്ക് ആ പുതിയ മെത്തേഡിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പഠിച്ച ഒരാളാണ്, തെറ്റായിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ മാത്രമേ അയാളെ നേരെയാക്കാൻ കുറച്ച് പ്രയാസമുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി അതിനെപ്പറ്റി അവയർനെസ് ഉണ്ട്. റോഡ് റൂൾസ് ഒന്നും അവർക്ക് അവയർനെസ് അല്ല, പക്ഷെ വണ്ടിയെ കുറിച്ച് അവയർനെസ് ഉണ്ട്. നമ്മുടെ സിസ്റ്റവും കുറച്ചുകൂടെ അത് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തണമെന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാര്യം ഇപ്പൊ നമ്മൾ തന്നെ ചില റോഡുകളിൽ പോകുമ്പോൾ ചില മാർക്കിങ്സ്, പുതിയ പുതിയ ചില മാർക്കിങ്സ്, അതൊന്നും നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരു അടുത്തിടെ ഒരു വണ്ടി ഞാൻ ഓടിച്ച്, അതിൽ ഈ ബ്രേക്ക് തന്നെത്താനെ, ഈ ലൈനുള്ളിടത്ത് ബ്രേക്ക് തന്നെത്താനെ അപ്ലൈ ആവും. പക്ഷേ നമ്മുടെ റോഡിൽ എല്ലായിടത്തും ലൈനില്ല, അപ്പൊ പിന്നെ വണ്ടി പോയിരിക്കും. കുറേ പാടുകൾ അതാണ് പറഞ്ഞത്, റോഡിന്റെ സിസ്റ്റം തകരാറിലാണ്, നമ്മുടെ ആൾക്കാരുടെ സിസ്റ്റവും തകരാറിലാണ്. യൂസ്ഡായിപ്പോയി. എതിലെ കൂടി വേണമെങ്കിലും കയറി വരും, ആർക്ക് മുൻഗണന കൊടുക്കണമെന്നില്ല. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്, ആർക്കൊക്കെ മുൻഗണന കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രായോഗികമാക്കണില്ല. അമ്മ, അതുപോലെ ഇപ്പൊ നമുക്ക് ഹെവി ലൈസൻസ് ഉള്ള ഒരാളിന് ഇന്നത്തെ കാലത്തുള്ള ഒരു ജോലി സാധ്യതകൾ വളരെ വലുതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ജോലി സാധ്യത എല്ലാ എക്യുപ്മെന്റ്സിനും, ഹെവിക്ക് തന്നെയല്ല, ഈ ട്രെയിലറൊക്കെ ഇല്ലേ, ട്രെയിലറിലൊക്കെ ധാരാളം ചാൻസസ് ഉണ്ട്. ഈ പുറത്തോട്ട് പോകാൻ ഇന്റർവ്യൂവിന് വന്നവരൊക്കെ ട്രെയിലർ ഓടിക്കുന്നവരെയാണ് കൂടുതൽ അവർക്ക് വേണ്ടത്. ഫോർക്ക് ലിഫ്റ്റ്, നമ്മുടെ നാട്ടിലും വിദേശത്തും അതുപോലെ തന്നെ സാധ്യത എല്ലായിടത്തും സാധ്യതകളുണ്ട്. അമ്മ, ഇപ്പൊ ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ കൊണ്ടുപോകുമ്പോഴേ നമ്മൾ നേരിടുന്ന കുറെ വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും എന്തോരം വെല്ലുവിളികളുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അതിലൊന്നും ഒരു കുറവുമില്ല. പക്ഷെ അതിനെ നമ്മൾ നേരിട്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ പിള്ളേരൊക്കെ നമ്മൾ ഈ പഠിപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള സർട്ടിഫിക്കേഷൻ കൊടുക്കും. അത് 1 ഇയർ കോഴ്സ്, 6 മന്ത് കോഴ്സ്, അങ്ങനെയുള്ള DH, അങ്ങനെ കുറെ, പിന്നെ ലോജിസ്റ്റിക്സ്, അങ്ങനെയൊക്കെയുള്ള കോഴ്സുകളുണ്ട്. അതിനൊക്കെ
മാത്രമേ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുക്കൂ. മറ്റത് ഗവൺമെന്റിന്റെ ലൈസൻസ് അല്ലേ കിട്ടുക. സാധാരണ ഒരു ട്രെയിലർ ലൈസൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്നവർ അവർ ജസ്റ്റ് പഠിച്ച് ലൈസൻസ് എടുത്തു പോകും, ലൈസൻസ് കിട്ടും. പക്ഷെ അതിന്റെ തന്നെ അഡ്വാൻസ്ഡ് കോഴ്സുകളുണ്ട്, അപ്പൊ അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും. അപ്പൊ പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കോഴ്സ് പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ വരില്ലേ, അപ്പൊ അമ്മയെ കാണണമെന്നൊക്കെ ആഗ്രഹം പറയാം. ധാരാളം പഠിക്കണവരും വരും. പഠിപ്പിക്കണേൽ കൂടുതൽ പഠിക്കുന്നത് പുറത്തുനിന്നൊക്കെ വന്നത്. ഇപ്പൊ പല ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ട് അവര് ഇത് മീഡിയയിലൊക്കെ കൊടുത്തേക്കണോണ്ട് അവർ ആ നമ്പർ നോക്കിയിട്ടായിരിക്കും വിളിച്ചു തന്നെ. അപ്പൊ മിക്കവരും കാണണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. ആഫ്രിക്കയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് പഠിച്ചിട്ട് പോയി. അയാൾ ഇവിടെ എവിടെയോ എറണാകുളത്ത് എവിടെയും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പഠിച്ചിട്ട് പോയിട്ട് അത് പഠിച്ച് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പഠിച്ചത്. ലൈസൻസ് എടുക്കാൻ പറ്റിയില്ല പുള്ളിക്ക്. ലൈസൻസ് എടുക്കാൻ അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിവിടെ ശരിയാവില്ല, കാലതാമസം ഉണ്ട്. അതുകൊണ്ട് അവർ പഠിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് എന്നോട് കൂടെ ഫോട്ടോ എടുത്ത് അവരുടെ അമ്മേനെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്ത് അങ്ങനെ രാജസ്ഥാനിൽ നിന്ന് ഇവിടുന്നൊക്കെ വരും. പുറത്തുനിന്നൊക്കെ വന്ന് പഠിച്ചിട്ട് കർണാടകയിൽ നിന്നാണെന്ന് തോന്നുന്നു. ആ ഒരു ഫാമിലി വന്ന് പഠിച്ചിട്ട് വരാം. അച്ഛൻ, അമ്മ, മകൻ, ഒരു കൊച്ചുമോനും ഉണ്ടായിരുന്നു. അവൻ ചെറുതാണ്. അവനെ ലോഡ്ജിൽ ഇരുത്തിയിട്ട് ഇവർ 3 പേരും വന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് അവർക്കൊന്നും ലൈസൻസ് എടുത്ത് കൊടുക്കാനാവില്ല. ചുരുങ്ങിയ കാലയളവിൽ പഠിക്കാൻ പറ്റുന്നവരാ. ചിലര് പറഞ്ഞിട്ടുണ്ടോ, ഇപ്പൊ നമ്മളൊരു പ്രശസ്തിയിലേക്ക് എത്തുമ്പോ ചിലര് പറയാലോ ഇദ്ദേഹത്തിന് ജാടയായിപ്പോയി എന്നൊക്കെ. അമ്മയ്ക്ക് അങ്ങനെ വല്ലതും ഉണ്ടെന്ന് ആരെങ്കിലും? ഇല്ല, ഒരിക്കലും പറയണ കേട്ടിട്ടില്ല. എപ്പോഴും ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ 2-3 ദിവസം വൃശ്ചിക പുലരിയായിരുന്നല്ലോ, അപ്പൊ നിർമാല്യം തൊഴാനൊക്കെ പോയപ്പോ മണിച്ചേച്ചി ഇങ്ങനെ ഒരു ജാടയില്ലാത്തൊരു സിംപ്ലി ആയിട്ടുള്ള ആളാ, അതാണ് ഞങ്ങൾക്ക് കൂട്ടുകൂടാൻ തോന്നണെന്ന് അവര് പറയലുണ്ട്. അമ്മ ശരിക്കും ആലപ്പുഴ ചേർത്തല, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. ചേർത്തല എന്നല്ലെങ്കിൽ ഈ അറ്റത്താണ് അരുക്കുറ്റി എന്ന് പറയണ വടുതല. അതും ഗ്രാമം. അന്നൊന്നും ഞങ്ങളുടെ ഇവിടെ വണ്ടിയേ ഇല്ല. വണ്ടിയൊക്കെ കാണുന്നത് തന്നെ ഞാൻ ഈ കൊച്ചിയിൽ വന്നിട്ടാണ്. കാറ് ഒക്കെ കാണണം. ഞങ്ങളുടെ പ്രദേശത്തോട്ട് വന്ന് അന്ന് ഇപ്പൊ എല്ലാ വണ്ടികളും എല്ലാ വീട്ടിലും വണ്ടിയുണ്ട്. അന്നൊന്നും ഞങ്ങളുടെ പ്രദേശത്തോട്ട് കാറൊന്നും വരാൻ പറ്റിയ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പഠിച്ചത് അംബാസഡറിലാണോ? അന്നൊക്കെ അംബാസഡർ ആണ് കൂടുതലും. എല്ലാ പിന്നെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഫിയറ്റ് എടുക്കും, അല്ലാത്തവരാണെങ്കിൽ അംബാസഡർ. അതിന്റെ വളയം പിടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോ സ്മൂത്താണ്. അന്ന് ബസ് ഓടിക്കുമ്പോഴും വളയം സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കാനായിട്ട് നല്ല പാടാണ്. ഇപ്പൊ എല്ലാം പവർഫുൾ ആയത് കൊണ്ട് സ്റ്റിയറിങ്ങിനൊന്നും പാടില്ല, നെഞ്ചു പോകുന്നതാണ്. അന്ന് ലോറി ഡ്രൈവർമാരെ പറയണത് അവൻ നെഞ്ചു കലങ്ങിയിട്ടാണ്. അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പൊ അമ്മയ്ക്കും ആ ഒരു സ്ട്രഗിളും സ്ട്രെയിനും ഒക്കെ ഭയങ്കര. അന്ന് ഇവിടുന്ന് ചേർത്തല വരെ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ചേർത്തലയിലാണ് ഹെവിയുടെ ടെസ്റ്റ് കൊടുത്തത്. അന്ന് ചേർത്തലയിൽ നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ടായി. അപ്പൊ അത്ര വരെ ഓടിക്കാൻ തന്നെ കുറച്ച് പാടുപെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിലേക്കൊക്കെ വരാൻ ഇപ്പൊ ഇതൊന്നല്ല, ഏതൊരു കാര്യവും ചെയ്യാൻ ഭയങ്കര മടിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല, വേണ്ട എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലേ നമുക്കൊരു മനസ്സുണ്ട്, ഒരു മടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടിയാണ് ചെയ്യണേന്ന് തോന്നണം. വേറൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് നമുക്കത്. ഇപ്പൊ വീട്ടുജോലിയാണെങ്കിലും എനിക്ക് വേണ്ടി ഞാൻ ചെയ്യണമെങ്കിൽ എനിക്കതൊരു ഇഷ്ടം ഉണ്ടാവും. അതേസമയം വേറൊരാൾക്ക് വേണ്ടിയാണ് ചെയ്യണമെങ്കിൽ ഇച്ചിരി ഒരു മടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ മടിക്കാതെ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മുടെ പൂർണ്ണ സപ്പോർട്ട് ആ പ്രവൃത്തിയിൽ ഉണ്ടാവണം. അതെ, എന്നാലും മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാവുള്ളൂ. ചെയ്യാൻ പറ്റണതിൽ നമ്മൾ മുഴുവനായിട്ട് അർപ്പിക്കുക. ഒരുപാട് പേര് ഇത് വാക്കുകളിലൂടെയൊക്കെ പറയാറുണ്ട്, പക്ഷെ അമ്മ ജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിച്ച ഒരാളിന്റെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അതെന്തായാലും അമ്മയുടെ കൂടെ കുറച്ച് സമയം ഇരിക്കാനും ഇതൊക്കെ സംസാരിക്കാനും പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇനിയും ഉയരങ്ങളിൽ ഇതിലും വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.